അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പ്രഭാഷകൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിസ്കരിക്കാൻ പോകുന്ന സഹോദരങ്ങളൊക്കെ പെട്ടെന്ന് നിസ്കാരം നിർവഹിച്ച് തിരിച്ചെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. وقال نبينا وشفيعنا محمد صلى الله عليه وسلم: نعمتان مغبون فيهما كثير من الناس الصحة والفراغ. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. വഅല ഉമ്മത്തി നബിയ്യിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ വേദിയിൽ സന്നിധരായ സയ്യിദന്മാരെ, സാദാത്യങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചൊല്ലിയ മജ്ലിസുൻ നൂറിനെ നമ്മിൽ നിന്നും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മജ്ലിസുൻ നൂറിന്റെ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളുടെ മഹത്വം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ, സഹകരിച്ചവർ പലരും ആറടി മണ്ണിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ നൂറ് കൊണ്ട് അവരുടെ കബറുകളെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ബദരീങ്ങളുടെ മഹത്വം കൊണ്ട് ഈ സദസ്സിനെ അല്ലാഹു ഒരു പ്രകാശമാക്കി ഉയർത്തി അവരുടെയൊക്കെ കബറുകളിൽ അല്ലാഹു പ്രകാശിച്ച് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഫോണ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഉടമസ്ഥൻ വന്ന് അത് കൈപ്പറ്റണമെന്ന് അറിയിക്കുന്നു. ഒരു സാധാ മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. വളണ്ടിയർമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഉടമ വന്ന് കൈപ്പറ്റി കൊണ്ടുപോവുക. പരമാവധി എല്ലാ ആളുകളും അത് സ്വന്തം മൊബൈലും മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ശരിക്കും സൂക്ഷിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മാമ്പറയുടെ ഹൃദയഭാഗത്ത് 967 മുതൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് കീഴിൽ അറിവിന്റെ പ്രഭ പരത്തിക്കൊണ്ട് 50 വർഷത്തോളമായി ഈ നാടിന് ദീനിന്റെ വെള്ളി വെളിച്ചം ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകി മഹത്തായ ദൗത്യ നിർവഹണത്തിന്റെ വിജയഗാഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തോളമായി മാമ്പറയിലെ സഹോദരന്മാരും സഹോദരിമാരും കമ്മിറ്റി ഭാരവാഹികളും ഉസ്താദുമാരൊക്കെ കൂടെ കൂടിച്ചേർന്ന് എല്ലാ മാസവും അവസാന ശനിയാഴ്ച മഗ്രിബ് നിസ്കാരാനന്തരം കൃത്യമായി നടത്തിവരുന്ന മജ്ലിസുൻ നൂർ ആത്മീയ സദസ്സിന്റെ 1ാം വാർഷിക സദസ്സിലെ 2ാം ദിവസമാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്.
ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവർകളുടെ ഖബർ സിയാറത്ത് ചെയ്ത് ഇന്നലെ അസ്ർ നിസ്കാരാനന്തരം മഹാനവർകളുടെ ഖബർ സിയാറത്തിന് ശേഷം മദ്രസ പ്രസിഡന്റ് ബഹുമാന്യനായ കുഞ്ഞിതുട്ടി ഹാജിയുടെ തൃക്കരങ്ങളായി ഉയർത്തിയ സമസ്തയുടെ ത്രിവർണ്ണ പതാക വാനിലുയർത്തിയതിനു ശേഷം തുടക്കം കുറിച്ച മഹത്തായ മജ്‌ലിസുൻ നൂറിന്റെ രണ്ടാം ദിനത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ദീനീ സ്നേഹികൾക്ക് 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര മതാനുയായികൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹിദായത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഈ മദ്രസ അതിന്റെ നിശബ്ദമായ വിപ്ലവത്തിന്റെ പ്രഖ്യാപനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 1 വർഷത്തോളമായി മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ കേവലം ഒരു 2 മണിക്കൂർ നേരത്തെ മദ്രസാ പഠനത്തിലപ്പുറം തീർത്തും വ്യത്യസ്തമായ രീതിയിൽ കുട്ടികളെ പഠന മേഖലയിൽ കലാകായിക മേഖലകളിൽ പ്രത്യേക കോച്ചിങ്ങുകൾ നൽകി വിദ്യാർത്ഥികൾ സന്തോഷകരമായ 2 മണിക്കൂറിനെ 24 മണിക്കൂറിലേറെ പവറിൽ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മദ്രസ അതിന്റെ 50ാം വാർഷിക പ്രഖ്യാപനത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട പാണക്കാട്ട് തങ്ങൾ ഇവിടെ വന്ന് അതിന്റെ 50ാം വാർഷികം പ്രഖ്യാപിക്കുമ്പോൾ ഈ ഒരു വർഷക്കാലം 50ാം വാർഷികാഘോഷത്തിന് മുമ്പായി മദ്രസത്തുൽ മശ്ഹൂരിയ കർമ്മപദത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ കർമ്മ പദ്ധതികൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭൗതികതയുടെ പ്രസരത്തിലൂടെ പരലോകം മറന്ന് സോഷ്യൽ മീഡിയകൾക്ക് മാത്രം അടിമപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമുദായത്തിന് കുഞ്ഞുമക്കളുടെ പ്രായം മുതൽക്ക് തന്നെ ദീനിന്റെ വഴിയിലൂടെ കൈ നടത്താൻ, അവരുടെ വിരൽ പിടിക്കാൻ മഹത്തായ ഈ മദ്രസ പ്രസ്ഥാനത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ കർമ്മപദത്തിലേക്ക് ആദ്യമായി തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത വർഷം മുതൽ ഇൻഷാ അല്ലാഹ് സമസ്തയുമായി കൂടിയാലോചിച്ചതിനു ശേഷം നമ്മുടെ നാട്ടിലെ 3 വയസ്സുള്ള കുട്ടികൾക്ക് പഠിക്കാൻ മാത്രം രൂപത്തിൽ സമസ്ത രൂപാന്തരപ്പെടുത്തിയ അൽബിർ സ്കൂൾ സംവിധാനം ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസയിൽ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അൽബിർ എന്ന് പറയുമ്പോൾ തന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്താണ് അല്ലാഹു എന്നറിയുന്നതിന് മുമ്പ്, എന്താണ് അലിഫ് എന്നറിയുന്നതിന് മുമ്പ്, എന്താണ് ഉമ്മ ഉപ്പ എന്നറിയുന്നതിന് മുമ്പ് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അകത്തളത്തിലേക്ക്, നഴ്സറിയുടെ 4 ചുവർക്കെട്ടുകൾക്കുള്ളിലേക്ക് പറഞ്ഞയക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും നന്മയുടെ വഴിയിലൂടെ
അവരുടെ വിരൽ പിടിച്ചു നടക്കാൻ അൽബിർ എന്ന് പറയുന്ന ഒരു സംവിധാനം മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ വർഷം ആരംഭിക്കുകയുണ്ടായി. ഏകദേശം 3 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളെ രാവിലെ എഴുന്നേറ്റ് കുളിപ്പിച്ച് ഫ്രഷാക്കി വിദ്യാലയത്തിൽ കൊണ്ടുവന്നാക്കിയതിനു ശേഷം 3-ാം വയസ്സിൽ തന്നെ അവരെ അലിഫ് പഠിപ്പിച്ച്, അവരെ ഫാത്തിഹ ഓതാൻ പഠിപ്പിച്ച്, അവരെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതയും ഓതാൻ പഠിപ്പിച്ച് ദീനിന്റെ വഴിയിലൂടെ വിരൽ പിടിച്ചു നടക്കാൻ യോഗ്യരായ കുഞ്ഞുമക്കളെ സൃഷ്ടിക്കുന്ന അൽബിർ സംവിധാനം ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് സഹോദരന്മാരോട് എനിക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ അറിവിൽ തുടങ്ങിയിട്ടില്ല. നമ്മുടെ കുഞ്ഞുമക്കൾ വളർന്നു വരുന്ന പ്രായത്തിലെ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദതൈനയും തജ്വീദ് അനുസരിച്ച് ഓതാൻ പഠിപ്പിക്കുന്ന നല്ല വിദ്യാർത്ഥിനികളെ പടച്ചുവിടുന്ന അൽബിർ സംവിധാനം ഇൻഷാ അല്ലാഹ് തുടങ്ങുകയാണെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് അൽബിർ എന്ന് ചോദിക്കുന്നവരോട് ഒറ്റ വാക്കിൽ പറയാനുള്ളത്, നാളെ പരന്റെ മുമ്പിൽ പോയി കിടക്കുമ്പോ അല്ലാഹുവേ, ഈ നിൽക്കുന്നതെന്റെ ഉമ്മയാണ്, ഈ നിൽക്കുന്നതെന്റെ ഉപ്പയാണ്, ഞാൻ ദീന് പഠിക്കാൻ ആഗ്രഹം കാണിച്ച സമയത്ത് എന്നെ നഴ്സറിയിൽ കൊണ്ടുപോയിട്ട് എന്നെ ഭൗതികതയുടെ വഴിയിലൂടെ കൈപ്പിടിച്ചു നടത്തി, എന്താണ് പരലോകമെന്ന് പോലും പഠിക്കാനും അറിയാനും അവസരം നൽകാതെ എന്റെ ജീവിതം നശിപ്പിച്ച, എന്റെ ഐഹിക ജീവിതം ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച ഒരവസ്ഥയിലേക്ക് എന്നെ മാറ്റിയ ഉമ്മയാണിത് എന്ന് പറയുന്ന, നമ്മുടെ നെഞ്ചത്ത് കയറി ഇതെന്റെ ഉമ്മയാണ്, എനിക്കൊന്നിവിടെ ചാടിക്കളിക്കണമെന്ന് പറയുന്ന മകളാകാതിരിക്കാൻ, അത്തരത്തിലുള്ള ഒരു മകനാകാതിരിക്കാൻ, അല്ലാഹുവേ എന്നെ ഖുർആൻ പഠിപ്പിച്ച, നിന്റെ കലാമിനെ പഠിപ്പിച്ച 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളിലേക്ക് നീ അർപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങളെ ഓതാൻ പഠിപ്പിച്ച എന്റെ ഉമ്മയാണിത്, അവർ നരകത്തിലേക്ക് അയക്കല്ല അല്ലാഹ്, ആ ഉമ്മയെ നീ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയെ പടക്കാൻ, അല്ലാഹുവേ ഞാൻ നരകത്തിലേക്കായാലും ഖുർആൻ പഠിപ്പിക്കാൻ, ഖുർആൻ പഠിക്കാൻ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുന്നവരാണ്. പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ ആജ്ഞയാണത്, ഏറ്റവും വലിയ ആജ്ഞയാണത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നഴ്സറിയിലേക്ക് മക്കളെ കൊണ്ടുപോയി IAS ആക്കുന്നവരല്ല. ഇവർ IAS പട്ടം നേടേണ്ടത് പാരത്രിക ലോകത്തേക്കാണ്. അതിന് വേണമെങ്കിൽ ആദ്യം ഫാത്തിഹ ഓതാൻ കഴിയുന്ന മകളുണ്ടാവണം. അല്ലാഹുവിലേക്ക് ഉമ്മയും ഉപ്പയും മടങ്ങി ചെല്ലുമ്പോ, അല്ലാഹുവേ ഇതെന്റെ ഉപ്പയുടെ ഖബറാണ്, ഇതെന്റെ ഉമ്മയുടെ ഖബറാണ് തമ്പുരാനെ, എന്നെ പഠിപ്പിച്ച, എന്നെ ഖുർആൻ ഓതാൻ പഠിപ്പിച്ച, ഈ ഫാത്തിഹ ഓതാൻ പഠിപ്പിച്ച എന്റെ ഉമ്മയാണ് കിടക്കുന്നത്, അല്ലാഹ് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് പറയുന്ന പൊന്നുമോളെ സൃഷ്ടിക്കാൻ, പൊന്നുമക്കളെ പടച്ചുവിടാൻ സമസ്ത തുടങ്ങിയ പ്രസ്ഥാനമാണ് അൽബിർ സംവിധാനം. ഇങ്ങനെ ഒരു സംരംഭം ഇൻഷാ അല്ലാഹ് നാം തുടക്കം കുറിക്കുകയാണെങ്കിൽ അതിലേക്ക് പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് ദീനിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ വഴിയിലേക്ക് ദീനിന്റെ ധ്വജവാഹകരാകാൻ, ദീനിന്റെ പടയാളികളാവാൻ, ദീനിന്റെ പതാകവാഹകരാകാൻ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ദീനിന്റെ വഴിയിലൂടെ കൈ നടത്താൻ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം, ഈ മദ്രസ ഇങ്ങനെ ഒരു അവസരം നിങ്ങളിലേക്ക് അർപ്പിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷം ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്കറിയാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം, വിദ്യാർത്ഥികളെ 2 മണിക്കൂർ നേരത്തെ വെറുമൊരു മതപഠനത്തിന് മാത്രം കാരണക്കാരാക്കാതെ, അതല്ലെങ്കിൽ അത് മാത്രം പഠിപ്പിച്ചു വിടാതെ, ആധുനിക സാഹചര്യത്തിൽ
7 മണിക്ക് മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടാൽ 8:15 മുമ്പേ ഉമ്മയുടെ കോള് വരും, ഉസ്താദെ ബസ്. ഈ ഒരു വല്ലാത്ത തീരാരോധനം കേട്ട് ഉസ്താദുമാരുടെ കാതുകൾ തകർന്നു പോയിട്ടുണ്ട്. അങ്ങനത്തെ ഉമ്മമാർക്ക്, മാമ്പറയിലെ രക്ഷിതാക്കൾക്ക് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ മദ്രസയിൽ വരുന്ന ഒരു കുട്ടി ഒരിക്കലും മദ്രസ പഠനം നടത്തിയതിന്റെ പേരിൽ ഹിന്ദി അറിയാതെ, ഇംഗ്ലീഷ് അറിയാതെ, മാത്സ് അറിയാതെ, സംസ്കൃതം അറിയാതെ പോവുകയില്ല. ഭാഷയിൽ കഴിവുകളുള്ള, വ്യത്യസ്ത ഭാഷകളിൽ കഴിവുകളുള്ള, അറബിയും ഇംഗ്ലീഷും ഉറുദും ഹിന്ദിയും കൈകാര്യം ചെയ്യുന്ന അധ്യാപകരാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്സ് കൈകാര്യം ചെയ്യുന്ന അധ്യാപകരാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. +2 വിദ്യാർത്ഥികൾക്ക് കൊമേഴ്സും BA-കൾക്ക് ലിറ്ററേച്ചർ കൊടുക്കുന്ന അധ്യാപകർ, B.Ed കഴിഞ്ഞ അധ്യാപകരാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെ വിഷയങ്ങളിൽ പ്രത്യേക കോച്ചിങ്ങുകൾ പരീക്ഷാ ടൈമുകളിൽ കൊടുക്കാറുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ഓണം വെക്കേഷന്റെ മുമ്പ് നടന്ന പരീക്ഷയിൽ വിദ്യാർത്ഥികളെ പരീക്ഷാ സമയത്ത് അവരുടെ സ്കൂളിലെ പുസ്തകങ്ങൾ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞ് രാവിലെ 1 മണിക്കൂർ നേരം കൊണ്ട് മദ്രസയിലെ കിതാബുകൾ പഠിപ്പിച്ച് ശേഷമുള്ള ഒരു സമയത്ത് അവരെ സ്കൂളിലെ പരീക്ഷയ്ക്ക് തയ്യാറാക്കി പ്രത്യേക ഭാഗങ്ങൾ പഠിക്കാനുള്ളത് പറഞ്ഞുവിട്ട് കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ചു വന്ന അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയൊക്കെ ദീനിന്റെ വഴിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ഒരിക്കലും ഒരു 7ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് ഇനി മതി നിന്റെ ദീനിന്റെ പഠനമെന്ന് പറഞ്ഞ് കുട്ടിയെ പിന്നോട്ട് വലിക്കരുത്. ദീനിന്റെ വഴിയിലേക്ക് നിങ്ങൾ എത്രമാത്രം കടത്തിവിടുന്നുവോ അത്രമാത്രം അത് നിങ്ങളുടെ പരലോകത്ത് ഖൈറേ ആവുകയുള്ളൂ. ഒരിക്കലും മകൻ ഡോക്ടറാകാത്തതിന്റെ പേരിൽ, ഒരിക്കലും ഒരു മകൻ എഞ്ചിനീയർ ആവാത്തതിന്റെ പേരിൽ, ഒരിക്കലും തന്റെ മകൻ IAS ആവാത്തതിന്റെ പേരിൽ നാളെ നീ ചോദ്യം ചെയ്യപ്പെടുകയില്ല. പക്ഷേ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങൾ ഓതാൻ കഴിയാതെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയാതെ, അല്ലാഹു അവന്റെ അടിയാറുകളായ സൃഷ്ടികളുമായി നടത്തിയ സംസാരത്തിന്റെ സംക്ഷിപ്ത രൂപമായ പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യാൻ കഴിയാതെ നാളെ നിന്റെ മകൻ മരിച്ചു പോകുമ്പോ, നിന്റെ മകനെ ഖുർആൻ ഓതാൻ പ്രാപ്തനാക്കാതെ നീ മരിച്ചു പോകുമ്പോ നീ ഒരു പക്ഷേ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. എന്തുകൊണ്ട് നിന്റെ മകനെ നീ ഖുർആൻ പഠിപ്പിച്ചില്ല? എന്തുകൊണ്ട് നിന്റെ മകനെ നീ നിസ്കരിക്കാൻ പഠിപ്പിച്ചില്ല? എന്തുകൊണ്ട് നിന്റെ മകനെ നീ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ പഠിപ്പിച്ചില്ല? ഈ ജാതി ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മഹ്ശറ വൻസഭയിൽ ഒരടി അങ്ങോട്ട് മുന്നോട്ട് നടക്കാൻ കഴിയില്ല. നമുക്ക് അള്ളാഹു നൽകിയ 24 മണിക്കൂറിലെ ഓരോ നിമിഷത്തെക്കുറിച്ചും നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. ഞാനും നിങ്ങളും മനസ്സിലാക്കിയതുപോലെ ഒരു ദിവസം അങ്ങ് കഴിഞ്ഞു പോകുന്നത് പോലെ കഴിഞ്ഞു പോകുന്ന ഒന്നല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ഓരോ നിമിഷത്തിനും അള്ളാഹുവിങ്കൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും മദ്രസ പഠനം നിങ്ങളുടെ കുട്ടികളുടെ ഭൗതിക പഠനത്തെ തടസ്സമാകില്ലെന്ന് അള്ളാഹുവിനെ സാക്ഷിയാക്കി എന്റെ മുമ്പിലിരിക്കുന്ന സദസ്സിനോട് ഞാൻ പറയുകയാണ്. ഒരിക്കലും അതിന്റെ പേരിൽ നിങ്ങൾ മദ്രസ പഠനം നിർത്തരുത്. ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന മദ്രസയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുടെ സ്കൂൾ വിഷയങ്ങൾക്ക് കൂടെ പ്രത്യേക കോച്ചിങ്ങും ട്യൂഷനും ആരംഭിക്കാൻ ബഹുമാനപ്പെട്ട കമ്മിറ്റിയും ഉസ്താദുമാരും തീരുമാനിച്ചിരിക്കുകയാണ്. സഹകരിക്കണമെന്ന് പറയാനേ കഴിയൂ, ചെയ്യേണ്ടവർ നിങ്ങളാണ്. ചോദിക്കാനേ കഴിയൂ, നൽകേണ്ടവർ നിങ്ങളാണ്. നിങ്ങളുടെ മക്കളാണ്. ഞങ്ങളുടെ മക്കളെ പോലെ ഞങ്ങൾ നോക്കും. ഒരിക്കലും ഈ നാട്ടിലെ മാമ്പറയിലെ മക്കളെ ഒരിക്കലും ഭൗതികത എന്തെന്നറിയാതെ, ഇംഗ്ലീഷ് എന്തെന്നറിയാതെ, ഹിന്ദി എന്തെന്നറിയാതെ, ഭാഷ എന്തെന്നറിയാതെ ഭൗതികതയിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു ദീനിന്റെ വജ്രരൂപമാക്കി മാത്രം നിങ്ങളുടെ മക്കളെ ആക്കാൻ ഒരിക്കലും ഞങ്ങൾക്ക് കഴിയില്ല. പക്ഷേ അവരെ അല്പമെങ്കിലും ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള എളിയ ശ്രമത്തിന്റെ ഭാഗമായി വളരെ വിനയപൂർവ്വം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളാണ് നൽകേണ്ടവർ. ഒരിക്കലും നിങ്ങളുടെ മക്കളെ, വീണ്ടും പറയുകയാണ്, ഭൗതികതയ്ക്ക് വേണ്ടി പിന്നോട്ട് വലിക്കരുത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്രകാരം തന്നെ മൂന്നാമതായി മറ്റൊന്ന് തീരുമാനിച്ചിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ പരിസര നാടുകളിൽ വിവാഹങ്ങൾ കഴിയാറുണ്ട്. ചെറുപ്പക്കാരുടെ വിവാഹങ്ങൾ കഴിയാറുണ്ട്. ചെറുപ്പക്കാരികളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഉപ്പമാര് നിക്കാഹിന് കൈകൾ കൊടുക്കാറുണ്ട്. ഇങ്ങനത്തെ സമയത്തൊക്കെ ചൊല്ലിത്തരുന്ന ഇബാറത്തുകൾ, വാക്കുകൾ ഒരക്ഷരം തെറ്റിപ്പോയാൽ, മകളുടെ നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോ ബാപ്പ
നിക്കാഹിന് വേണ്ടി മരുമകന് കൈ കൊടുക്കുമ്പോ ഖത്തീബ് ഉസ്താദ് അടുത്തു നിന്ന് അറബി പദം ഇങ്ങനെ പറഞ്ഞു തരുമ്പോ മലയാളം ശരിക്ക് കേൾക്കാതെ പറയാൻ കഴിയാതെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് പേരിനൊരു കൈ കൊടുക്കൽ കഴിഞ്ഞ് അതിങ്ങോട്ട് തിരിച്ചെടുത്ത് നിക്കാഹും കഴിഞ്ഞു എന്ന് കഴിഞ്ഞ് എന്നും കരുതി പോകുന്നവർക്ക് ഒരു പക്ഷേ അവരുടെ അക്ഷരങ്ങൾ ശരിയായിട്ടില്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോ എന്തെല്ലാം ദിക്റുകളുണ്ട്, എന്തെല്ലാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, എന്തൊന്നും അറിയാതെ നേരെ കല്യാണം കഴിഞ്ഞ് കുടുംബജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കേണ്ടത്, ദാമ്പത്യ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് കടന്നു പോകേണ്ടത്, പ്രീ മാരിറ്റൽ കോഴ്സ് നൽകാൻ പ്രത്യേകം ആളുകളെ നമ്മൾ തയ്യാറാക്കി ഏർപ്പാട് ചെയ്യുന്നുണ്ട്. സഹകരിക്കുക. വനിതാ പഠന ക്ലാസ് നമ്മൾ കഴിഞ്ഞ റമദാനിൽ ആരംഭിക്കുകയുണ്ടായി. വഫിയ പണ്ഡിതകൾ എല്ലാ ആഴ്ചകളിലും ഇവിടെ ക്ലാസ് എടുക്കുകയുണ്ടായി. സ്ത്രീകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ നേരെ ചോദിക്കാനും മറുപടി പറയാനും സംശയങ്ങൾ തീർക്കാനുമുള്ള അവസരമാണ് നമ്മൾ ഒരുക്കുന്നത്. അതുകൊണ്ട് സഹോദരിമാർ, അതും നിങ്ങളുടെ കഴിയും വിധം വിജയിപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഇസ്ലാമിക കർമ്മശാസ്ത്ര പഠനമാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്ര പഠനം എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും നിസ്കരിക്കുന്നവരാണ്. നമ്മളൊക്കെ കൃത്യമായി 5 വക്ത് നിസ്കരിക്കുന്നവർ തന്നെയാണ്. പക്ഷേ നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ വെക്കേണ്ട അവയവങ്ങൾ പൂർണ്ണമായി വെക്കാത്തതിന്റെ പേരിൽ ഒരിക്കലും എന്റെയും നിങ്ങളുടെയും നിസ്കാരം നഷ്ടമായി പോകരുത്. ഒരിക്കലും അത് രേഖയിൽ പെടാതെ പോകരുത്. അതുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങൾ ശരിയാകാൻ, നമ്മുടെ ഇബാദത്തുകൾ ശരിയാകാൻ കൃത്യമായ ഫിഖ്ഹി മസ്അലകൾ ചർച്ച ചെയ്തുകൊണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്ര പഠനത്തിലേക്ക് ചെറുപ്പക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്, പ്രത്യേകം ക്ഷണിക്കുകയാണ്. നിങ്ങൾ സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന്, അൽഹംദുലില്ലാഹ്, നമ്മുടെ മദ്രസ ലൈബ്രറിയുടെ ഉദ്ഘാടനം ഇന്നിവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ നിർവഹിക്കാൻ പോവുകയാണ്. നമ്മുടെ ലൈബ്രറിക്ക് വേണ്ടി ഒരു സഹോദരൻ 25,000 രൂപ സംഭാവന നൽകുകയുണ്ടായി. അല്ലാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അല്ലാഹു ഖൈറിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ ലൈബ്രറി ആരംഭിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് തങ്ങൾ നിർവഹിക്കും. അതുകൂടി സദസ്സിന് അറിയിക്കുകയാണ്. മറ്റൊന്ന്, മദ്രസയിലെ ക്ലാസുകൾ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ക്രമീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ആകർഷിക്കും വിധം ഗ്രീൻ ബോർഡുകളും മറ്റും ക്രമീകരിച്ചുകൊണ്ട് ദീന് പഠിപ്പിക്കാൻ ഒരു എളിയ ശ്രമം നടത്തി നോക്കുകയാണ്. സഹകരിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, അള്ളാഹുവിന്റെ വഴിയിലേക്ക് ഇങ്ങനെയൊക്കെ ക്ഷണിക്കാനേ കഴിയൂ. നൽകേണ്ടവർ നിങ്ങളാണ്, വിജയിപ്പിക്കേണ്ടവർ നിങ്ങളാണ്. മദ്രസയുടെ 4 ചുവർക്കെട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് 5 ഉസ്താദുമാർ ഒരുപാട് പെടാപ്പാടുകൾ പെട്ടതുകൊണ്ട് മാത്രമൊന്നും ആവുകയില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആത്മാർത്ഥമായി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒന്നാക്കി നിങ്ങളിലേക്ക് തിരിച്ചു നൽകാൻ കഴിയുകയുള്ളൂ. 7 മണിക്ക് പറഞ്ഞയക്കേണ്ടതിന് 8 മണിക്ക് പറഞ്ഞയച്ച് 8:45 വിടുന്ന മദ്രസയിൽ നിന്ന് 8:15 തന്നെ തിരിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്ന കേസല്ല ഇതൊന്നും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ മദ്രസത്തുൽ മശ്ഹൂരിയുടെ 50ാം വാർഷിക പ്രഖ്യാപനം ഇൻഷാ അല്ലാഹ് തങ്ങൾ ഇവിടെ നിർവഹിച്ചതിനു ശേഷം തുടർന്നുള്ള ദിവസങ്ങളിലായി, മാസങ്ങളിലായി, 1 വർഷക്കാലം കൊണ്ട് നടത്തി തീർക്കേണ്ട കർമ്മ പദ്ധതികളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്. നിങ്ങൾ സഹകരിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் അവിടെ എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം സ്റ്റേജിലെത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവർക്ക് ദീർഘകാലം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രഭ പറഞ്ഞു പരത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കാലം അത് വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ മോശമായ വഴികളിലേക്ക് സഞ്ചരിച്ചു പോകുമോ എന്ന് നമ്മൾ സന്ദേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അത് സംഭവിച്ചു പോകരുത്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യ നീ നാശത്തിലാണ്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യ നീ നാശത്തിലാണ്.
ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അല്ലാഹുവിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചവൻ ഒഴികെ, അവനിലേക്ക് പരീക്ഷണ സമയങ്ങളിൽ ക്ഷമിച്ചവനൊഴികെ, അല്ലാഹുവിനെ മനസ്സിലാക്കിയവരൊഴികെ ബാക്കി എല്ലാവരും പരാജിതരാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പരിശുദ്ധമായ ഈ സൂക്തത്തെ അവതരിപ്പിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഒരു സമുദായത്തെക്കുറിച്ച്, ഒരു സമൂഹത്തെക്കുറിച്ച് മാത്രമല്ല അല്ലാഹു ഈ പറഞ്ഞു വെക്കുന്നതെങ്കിൽ, ആധുനികതയുടെ അതിപ്രസരത്തിലൂടെ അല്ലാഹുവിനെ മറന്നുകൊണ്ട്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ മറന്നുകൊണ്ട് ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിഅ്മതാനി മഖ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസി അസ്സഹതു വൽ ഫറാഗ്. നിഅ്മതാനി മഖ്ബൂനും ഫീഹിമാ. അല്ലാഹുവിന്റെ അടിയാറുകൾക്ക് നൽകിയ 2 വലിയ നിഅമത്തുകളുണ്ട്, 2 വലിയ അനുഗ്രഹങ്ങളുണ്ട്. മഖ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ഈ 2 കാര്യങ്ങളിൽ മനുഷ്യൻ വഞ്ചിതനായി പോകുമെന്ന് പരിശുദ്ധ റസൂൽ. എന്താണ് 2 കാര്യങ്ങൾ? അസ്സിഹത്തു, അവന്റെ ആരോഗ്യമാണ്. ആരോഗ്യമെന്ന് പറയുമ്പോ നാം ഒന്ന് ചിന്തിക്കുക, എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാർ ചിന്തിക്കുക. അല്ലാഹു പടച്ചുപെടുന്ന ഒരു മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യം അവയവങ്ങളൊക്കെ നമുക്കുണ്ട്. ഒരാളുടെയും കൈകൾ മുറിഞ്ഞു പോയിട്ടില്ല. നാം ഈ ശബ്ദം ശ്രവിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന സംഘം, നമ്മാരും ഒരു കൈയുള്ളവരായി പ്രസവിക്കപ്പെട്ടവരല്ല, ഒരു കണ്ണുള്ളവരായി പ്രസവിക്കപ്പെട്ടവരല്ല, 2 കണ്ണിനും കാഴ്ചയില്ലാതെ പിറവിയെടുത്തവരല്ല. അല്ലാഹു നൽകിയ ഈ വലിയ അനുഗ്രഹം, ആരോഗ്യമെന്ന് പറയുന്ന ഈ വലിയ അനുഗ്രഹം, അതിന്റെ മൂല്യം മനസ്സിലാക്കാതെ എത്രയോ സഹോദരന്മാർ ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മജ്‌ലിസ് നൂർ പാടി പറഞ്ഞ ഈ സദസ്സിലിരിക്കുന്ന ഞങ്ങളുടെ ശരീരത്തിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ ക്യാൻസറിന്റെ മാരകമായ അണുക്കൾ ഉണ്ടെങ്കിൽ നീ അതിനെ മായ്ച്ചു കളയണേ തമ്പുരാനെ, നശിപ്പിച്ചു കളയണേ തമ്പുരാനെ. പ്രിയമുള്ളവരെ, എത്ര ആളുകളാണ് തിരുവനന്തപുരം RCCയുടെ ബെഡുകളിൽ, മലപ്പുറത്തെ ചെറുപ്പക്കാരികളും എത്ര പേരാണ് 3 വയസ്സ് മുതൽ 1 വയസ്സ് മുതൽ പ്രായമുള്ള ചെറിയ കുട്ടികൾ വരെ ബ്ലഡ് ക്യാൻസർ പിടിച്ച് RCCയിൽ കിടക്കുമ്പോ നാം എത്ര അനുഗ്രഹീതരാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ, അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ നാം ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ഓർക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന്. എന്നിട്ട് ഇങ്ങനെയൊക്കെ നൽകിയിട്ട് എന്താണ് നാം അല്ലാഹുവിന് നൽകിയത്? തിരിച്ചല്ലാഹുവിന് ഞാനും നിങ്ങളും നൽകിയത് എന്താണ്? വൽ ഫറാഗ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റസൂലിലൂടെ വന്നോട് വീണ്ടും പറയുകയാണ്, ആരോഗ്യമെന്ന് പറയുന്ന വലിയൊരു അനുഗ്രഹം അല്ലാഹു നമുക്ക് നൽകിയിട്ട് അതിന് തീരെ വകവെക്കാതെ വിലവെക്കാതെ ജീവിതം നയിക്കുന്ന സഹോദരാ, രണ്ടാമതായി പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുകയാണ്, വൽ ഫറാഗ്. ഒഴിവ് സമയമെന്ന് പറയുന്ന വലിയൊരു അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ട് എന്റെ പ്രിയപ്പെട്ട അടിയാറുകളെ, ഓരോ പ്രദോഷത്തിലും എന്റെ അടിമകൾ ആരെങ്കിലും തൗബ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി കാത്തിരിക്കുന്ന, കൈകൾ മലർത്തിയിരിക്കുന്ന അല്ലാഹുവിങ്കലേക്ക്
പാപപങ്കിലമായ ഹൃദയത്തെ മാത്രം സമ്മാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഞാനും നിങ്ങളും അല്ലാഹുവിനെ സമർപ്പിക്കുന്നത് എന്താണ്? എന്തെല്ലാം ആരാധനകളാണ് നമ്മൾ ചെയ്യുന്നത്? പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഇങ്ങനെയുള്ള ആളെന്നറിയുമോ? അല്ലാഹുവേ, എന്റെയും നിങ്ങളുടെയും പോലെ ഒരുപാട് ഭക്ഷണങ്ങൾ നൽകുക, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുക, ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് കുമിഞ്ഞുകൂടിയ അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇസ്രായേലിൽ പെട്ടുപോയ ജനിച്ചുപോയ ആ മനുഷ്യനുണ്ടല്ലോ, എല്ലാ ദിവസവും അല്ലാഹുവിന് 24 മണിക്കൂർ ഇബാദത്തെടുത്തുകൊണ്ട് നടന്നിരുന്ന മനുഷ്യനാണ്. അയാൾ ഇബാദത്തെടുത്തിരുന്നത് എങ്ങനെയെന്നറിയേണ്ടയോ? കടലിന് ചുറ്റും, കടലിന് മധ്യത്തിലുണ്ടായിരുന്ന ഒരു ദ്വീപിലാണ് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ ചെല്ലുന്നത്. അല്ലാഹുവേ, ഈ ദ്വീപിലിരുന്നു കൊണ്ട് ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. സദാസമയവും നിസ്കരിക്കുന്ന ഈ മനുഷ്യൻ തന്റെ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവേ, ഞാൻ പാപിയാണ് അല്ലാ, ഞാൻ ദോഷിയാണ് അല്ലാ, ഞാൻ ഒരുപാട് ഇബാദത്തെടുക്കുന്ന മനുഷ്യനല്ല അല്ലാ, എന്റെ റൂഹിനെ നിന്നിലേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത് അല്ലാഹുവേ, സദാസമയവും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ റൂഹിനെ നീ സുജൂദിലായി പിടിക്കണേ അല്ലാ, ഞാൻ സുജൂദിൽ കിടക്കുന്ന സമയത്ത് എന്റെ റൂഹിനെ നീ പിടിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നാം മനസ്സിലാക്കുക, ആ മനുഷ്യൻ അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്നത് ഞാനും നിങ്ങളും ഇബാദത്തെടുക്കുന്ന പോലെ 3 നേരം ഭക്ഷണം കഴിച്ചിട്ടല്ല, മാംസം കഴിച്ചിട്ടല്ല, മത്സ്യം കഴിച്ചിട്ടല്ല. അല്ലാഹു 500 വർഷക്കാലം ഒരേപോലെ ഇബാദത്തെടുത്ത ഈ മനുഷ്യന് നൽകിയ ഭക്ഷണം എന്തെന്നറിയേണ്ടോ? ചുറ്റും പരന്നൊഴുകുന്ന തിരമാലയിൽ നിന്ന്, കടൽ പരപ്പിൽ നിന്ന് അല്ലാഹു നൽകുന്നത് 1 ഗ്ലാസ് വെള്ളമാണ്. 1 ഗ്ലാസ് വെള്ളം മാത്രം മുക്കാനുള്ള ഓഫറാണ് അല്ലാഹു നൽകുന്നത്. രണ്ടാമതൊരു കപ്പ് വെള്ളം അങ്ങ് കടലിൽ നിന്നെടുത്താൽ അത് ഉപ്പുരസമാണ്. ഇങ്ങനെ 1 കപ്പ് മാത്രം ശുദ്ധജലം നൽകിക്കൊണ്ട് 500 വർഷക്കാലം അല്ലാഹുവിനെ ഇബാദത്തെടുത്ത മനുഷ്യനാണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹുവേ, എന്നെ നീ മരിപ്പിക്കുന്ന സമയത്ത്, ഞാൻ സുജൂദിലായി കിടക്കുന്ന സമയത്താക്കണേ അല്ലാ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു ആ മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അവിടുന്ന് ഇറങ്ങി വരികയാണ്. ഈ മനുഷ്യന്റെ റൂഹിനെ പിടിച്ചുകൊണ്ട്, ഈ മനുഷ്യനെ അല്ലാഹു റൂഹിനെ പിടിച്ചുകൊണ്ട് അവങ്കിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, 500 വർഷക്കാലം ഇബാദത്തെടുത്ത ഈ മനുഷ്യനുണ്ടല്ലോ, അവന്റെ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് പരലോകത്ത് ചെല്ലുന്ന സമയത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് ഈ മനുഷ്യൻ പറയുന്നു, അല്ലാഹുവേ, 1 ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട്, 1 റുമ്മാൻ പഴം മാത്രം കഴിച്ചുകൊണ്ട് ഇബാദത്തെടുത്തുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് 500 വർഷക്കാലം 24 മണിക്കൂറിലായി ഞാൻ ചെയ്തു തീർത്ത ഇബാദത്തുകളുണ്ടല്ലോ, ആ ഇബാദത്തുകളുടെ ഫലമായി എനിക്ക് സ്വർഗം നൽകണേ അല്ലാ. അതിന്റെ ഫലമായിട്ട് എനിക്ക് സ്വർഗപ്രവേശനം നൽകണേ അല്ലാ. ഇത് പറയുന്ന സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ആ മനുഷ്യനോട് പറയുകയാണോ, നീ എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ
നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോ മനുഷ്യനല്ലേ പ്രിയമുള്ളവരെ, ദുർവാശിയുടെ ആളുകളല്ലേ, അഹങ്കാരത്തിന്റെ ആളുകളല്ലേ, അസൂയയുടെ ആളുകളല്ലേ, കിബറിന്റെ ആളുകളല്ലേ. ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാണ്, 500 വർഷക്കാലം ഞാൻ ചില്ലറ ഇബാദത്തല്ല എടുത്തത്, ഒരു ഗ്ലാസ് വെള്ളമാണ് നീ എനിക്ക് നൽകിയത്, ഒരു റുമ്മാൻ പഴമാണ് നീ എനിക്ക് നൽകിയത്, കടൽപ്പരപ്പിന്റെ നടുവിലിരുന്നു കൊണ്ട് നിന്നിലേക്ക് ഇബാദത്തെടുത്ത എനിക്ക് നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പോകേണ്ടതില്ല, നിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പോകേണ്ടതില്ല, ഞാൻ ചെയ്ത ഇബാദത്തുകളുടെ ഫലമായിട്ട് എനിക്ക് സ്വർഗം പ്രവേശനം നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞപ്പോ അല്ലാഹു റഹ്മത്തിന്റെ മാലാഖമാരെ വിളിച്ചിട്ട് പറയുന്നു, ഓ മലായിക, ഓ മാലാഖമാരെ, 500 വർഷക്കാലം ഇബാദത്തെടുത്തിട്ടാണ് അത്രേ ഇവൻ എന്റെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഈ മനുഷ്യന് ഞാൻ നൽകേണ്ട അനുഗ്രഹം എന്തെന്ന് നിങ്ങളൊന്ന് നോക്കുക. 500 വർഷക്കാലം അവനെടുത്ത ഇബാദത്തുകളാണോ, അവന് ഞാൻ നൽകിയ അനുഗ്രഹങ്ങളാണോ ഏറ്റവും കൂടുതലെന്ന് നിങ്ങളൊന്ന് നോക്കൂ മാലാഖമാരെ എന്ന് പറഞ്ഞു അല്ലാഹു മാലാഖമാരെ ഏൽപ്പിച്ചു വിടുമ്പോ ഈ മനുഷ്യന്റെ നന്മതിന്മകൾ തൂക്കിയതിനു ശേഷം, ഈ മനുഷ്യന്റെ നന്മതിന്മകൾ വേർതിരിച്ചതിനു ശേഷം മാലാഖമാരെ സങ്കടത്തോടെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ, ഈ മനുഷ്യൻ 500 വർഷക്കാലം ഇബാദത്തെടുത്തത് ശരിയാണ്, അവൻ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ശരിയാണ്, അവൻ നിസ്കരിച്ചു വന്നത് ശരിയാണ്, അവൻ വെറും ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട്, ഒരു റുമ്മാൻ പഴം മാത്രം കഴിച്ചുകൊണ്ട് ഇബാദത്തെടുത്തുന്നത് സത്യം ശരിയാണ്. പക്ഷേ ഈ മനുഷ്യന് നീ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നായ 2 കണ്ണുകളിലെ ഒരു കണ്ണിന് പോലും സമാനമാകാൻ മാത്രം അവൻ 500 വർഷക്കാലം ഇബാദത്തെടുത്തത് ആയിട്ടില്ല. അവന്റെ സദാസമയത്തെ പ്രാർത്ഥനയായിരുന്ന എന്റെ റൂഹിനെ പിടിക്കുന്ന സമയത്തന്നെ സുജൂദിലാക്കണേ അല്ലാ എന്ന അവന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് നീ അവന് ഉത്തരം നൽകിയില്ലയോ? അവൻ സുജൂദിൽ കിടക്കുന്ന സമയത്ത് അവന്റെ റൂഹിനെ പിടിക്കാൻ നീ അസറായിലിന് അവസരം നൽകിയില്ലയോ? ഈ 2 അനുഗ്രഹങ്ങൾക്ക് പോലും അവൻ 500 വർഷക്കാലം ഇബാദത്ത് തികഞ്ഞിട്ടില്ല അല്ലാ എന്ന് അല്ലാഹുവിന്റെ മുമ്പിലെ മാലാഖമാരെ വന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തേ, നബി മുഹമ്മദ് മുസ്തഫ, പ്രിയമുള്ള സഹോദരങ്ങളെ, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, എന്റെ ഉമ്മത്തിന് ഞാൻ നൽകിയ ആയുസ്സുണ്ടല്ലോ, മാ ബൈന 60 വ 70, അത് 60 വയസ്സിനും 70 വയസ്സിനും ഏത് സമയവും മടിച്ചു പോകാൻ മാത്രം സീറോബിൾഡാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 500 വർഷക്കാലം ഞാൻ നിങ്ങളും ഇബാദത്തെടുക്കുമെന്ന പ്രതീക്ഷ വേണ്ട, അങ്ങനെ ഒരു ആഗ്രഹം വേണ്ട. പ്രിയമുള്ള സഹോദരങ്ങളെ, 60നും 70നും ഇടയിൽ അടിച്ചു പോകാൻ മാത്രം കപ്പാസിറ്റി ഉള്ളവരാണ് നമ്മൾ. അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 500 വർഷക്കാലം ഇബാദത്തെടുത്ത മനുഷ്യന് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുമ്പിലിരിക്കുന്ന സഹോദരന്മാരോട് ആദ്യമായിട്ട് ഞാൻ എന്നോട് ചോദിക്കുന്നു, ഞാനും നിങ്ങളും എടുക്കുന്ന ഇബാദത്തിന്റെ കണക്കെത്രയാണ്? ഒരു ദിവസം ചൊല്ലുന്ന സ്വലാത്ത് എത്രയാണ്? പരിശുദ്ധ ഖുർആനിൽ നിന്ന് എത്രമാത്രം പേജുകളാണ് നാം ഓതി തീർക്കുന്നത്? 5 വക്ത് നിസ്കരിക്കാൻ പോലും നാം എത്രമാത്രം താല്പര്യമാണ് കാണിക്കുന്നത്? അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാൻ നാം എത്രമാത്രമാണ് സമയം കണ്ടെത്തുന്നത്? അവന്റെ ദീനിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞാനും നിങ്ങളും എത്രമാത്രമാണ് സമയം കണ്ടെത്തുന്നത്? സോഷ്യൽ മീഡിയയുടെ അകത്തളത്തിലൂടെ വിരൽ പരത്താൻ ഞാനും നിങ്ങളും സമയം കാണുന്നത് എത്രയാണ്? അല്ലാഹുവേ, പാപികളാണ്, ദോഷികളാണ്, പാപികളാണ്, ദോഷികളാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പാപപങ്കിലമാണ്, കറുകറുത്ത ഹൃദയമാണ്. അല്ലാ, വെളുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പരലോക വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ചിന്തിക്കുക സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വെറും 60നും 70നും ഇടയ്ക്ക് മാത്രം ആയുസ് നൽകിയ
അങ്ങനെ മാത്രം ആയുസ് നൽകപ്പെട്ട ഞാനും നിങ്ങളും അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നത് എത്രയാണ്? അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നത് എത്രയാണ്? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലിസാനുൻ ദാക്കിറുൻ വഖൽബുൻ ഖാശിഉൻ. ലിസാനുൻ ദാക്കിറുൻ, അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്ർ. ഉമ്മമാർക്ക് അടുക്കളയിലെ പാത്രം മോറുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റും. ഉമ്മമാർക്ക് കുഞ്ഞിനെ കിടത്തിയിറക്കുമ്പോഴും താരാട്ട് പാട്ട് പാടുന്നതിന് പകരം സ്വലാത്ത് ചൊല്ലാൻ പറ്റും. ദിക്ർ ചൊല്ലി കുട്ടിയെ കിടത്തിയിറക്കാൻ കഴിയണം. ബദർമാല ചൊല്ലി കുട്ടിയെ കിടത്തിയിറക്കാൻ കഴിയണം. നമ്മുടെ പ്രപിതാക്കന്മാരായ പൂർവികരായ ഉമ്മമാര് ഉപ്പുപ്പന്മാര് ചൊല്ലിയിരുന്ന മജ്ലിസുൻ നൂറും ബദരിയത്തുൽ മങ്കൂസിയയും മങ്കൂസ് മൗലിദും ഞാനും നിങ്ങളും ചൊല്ലിത്തുടങ്ങണം. കാലം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നാം എത്രമാത്രം പിന്നോട്ട് പോകുന്നോ അതിനനുസരിച്ച് ലാ യുഗയ്യിറുല്ലാഹു ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. പരിശുദ്ധ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തോടാണ് പറയുന്നത്, ലാ യുഗയ്യിറുല്ലാഹു ബിഖൗമിൻ. അല്ലാഹു ഒരു സമുദായത്തെയും ഒരു സമൂഹത്തെയും ഒന്നുമില്ലാത്തവരാക്കുകയില്ല. നമുക്ക് എന്താ ഉള്ളത്? വയൽ വരമ്പുകൾ മുഴുവൻ വറ്റി വരണ്ടു. കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം തുടങ്ങി. കാലം അതിന്റെ അവസാനത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഓർക്കുക സഹോദരങ്ങളെ, ഓർക്കുക, ശക്തമായ മഴ വർഷിക്കേണ്ട സമയത്ത് ഞാനും നിങ്ങളും ഓർക്കേണ്ടത് ലാ യുഗയ്യിറുല്ലാഹു ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മൾ നമ്മുടെ ജീവിതം മോശമാക്കുമ്പോ അല്ലാഹു തിരിച്ചു പിടിച്ചില്ലെങ്കിലും അവൻ നൽകിയ അനുഗ്രഹങ്ങൾ താനെ മുറിഞ്ഞു പോകുമെന്നാണ് ഈ സൂക്തം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു മനഃപൂർവ്വം ഒരിക്കലും അവന്റെ അടിമകൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചു പിടിക്കുകയില്ല. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ ശഫീഉന റസൂലുള്ളാഹി. കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായം. ഇവിടെ ഒരുപാട് സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈസയുടെയും മൂസയുടെയും ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരുടെയൊക്കെ സമുദായം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരിൽ വെച്ച് ഏറ്റവും വലിയ ഏറ്റവും ഉത്തമരായ സമുദായമാണ്. എന്തിനാണ് നമ്മെ പടച്ചുവിട്ടത്? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ബാങ്ക് വിളി കേൾക്കുമ്പോ സോഷ്യൽ മീഡിയയിൽ വിരൽ പരത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ, തഅ്മുറൂന ബിൽ മഅറൂഫി, നന്മ കൊണ്ട് കൽപ്പിക്കുന്ന കൂട്ടുകാരെ സൃഷ്ടിക്കാൻ, നന്മ കൊണ്ട് കൽപ്പിക്കുന്ന ഉമ്മയെയും ഉപ്പയെയും സഹോദരിയെയും സഹോദരനെയും നിർമ്മിക്കാൻ നിങ്ങളെ ഞാൻ ഏറ്റവും വലിയ ഉമ്മത്താക്കി ഏറ്റവും നല്ല സമുദായമാക്കി പറഞ്ഞു വിട്ടുവെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ഇങ്ങനെയൊക്കെ അല്ലാഹു പറയുമ്പോ, നമ്മെക്കുറിച്ച് പറയുമ്പോ, ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞുപോയി, ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ കഴിഞ്ഞുപോയി. പ്രവാചക പരമ്പരക്ക് അവസാനം കുറിച്ചുകൊണ്ട് കടന്നു വന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമായ ആ സമുദായം ഉൾക്കൊള്ളുന്ന മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ടാണ് അല്ലാഹു 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. എന്നിട്ട് ഞാനും നിങ്ങളും എന്ത് ചെയ്തു? നിങ്ങളാണ് ഏറ്റവും വലിയ ഉത്തമ സമുദായം എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മുടെ മുഖത്ത് നോക്കി ഉദ്ഘോഷിക്കുമ്പോൾ ഞാനും നിങ്ങളും എന്താണ് ചെയ്തിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും തിന്മയെ തിന്മയായി മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥികളായ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, ബഹുമാനപ്പെട്ട ഉസ്താദ് ജലീൽ റഹ്മാൻ ഇവാണി എന്നവരവറുകൾ രണ്ടുപേരും സദസ്സിലെത്തിയിരിക്കുകയാണ്, വേദിയിലെത്തിയിരിക്കുകയാണ്.
ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് നമ്മുടെ പരിപാടിയിലേക്ക് വരാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിദേശ യാത്രയിൽ പെട്ടെന്ന് പോകേണ്ടതുണ്ടായതുകൊണ്ട് പകരം മുസ്ലിം കൈരളിയുടെ ആത്മാഭിമാനം പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിലെ പൊന്നോമന മക്കളിൽ നമുക്ക് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മുതൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ പാണക്കാട്ട് കുടുംബത്തിലെ പൊന്നോമനകളും മുസ്ലിം കൈരളിയുടെ അവസാന വാക്കാണ്. അതിൽ നിന്ന് ഒരു കുരുന്ന് തങ്ങളെ നമുക്ക് കിട്ടിയാലും നമ്മുടെ ഈ പരിപാടി ധന്യമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് പകരമായി നമ്മുടെ സദസ്സിനെ ധന്യമാക്കാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ മജ്‌ലിസ് നൂർ വാർഷിക പരിപാടിയുടെ 2ാം ദിവസത്തെ ഈ മുഹൂർത്തത്തെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സയ്യിദ് ഹാരിസ് അലി ശിഹാബ് തങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം സയ്യിദ് അവർക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ധ്വജവാഹകരായി നമുക്ക് മുമ്പിൽ നടക്കാൻ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ വാക്കുകൾ കേട്ട് അവരുടെ കൽപ്പനകൾക്കനുസരിച്ച് അവർ ചൂണ്ടുന്ന വിരലനുസരിച്ച് അവരുടെ കർമ്മപദത്തിന്റെ പിൻഗാമികളായി അവരുടെ പിന്നിൽ നടക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ഈ സദസ്സിനെ ഈ വേദിയെ ധന്യമാക്കാൻ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യപ്രഭാഷണം നാം ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെയൊക്കെ നാട്ടുകാരൻ കൂടിയായ ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി വാണിയന്നൂർ അവർകൾ ഉസ്താദ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം ദീന് പറഞ്ഞു പരത്തി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രഭ നമുക്കിടയിലൂടെ പാടി പറഞ്ഞ് ആ സത്യത്തിന്റെ വഴിയിലൂടെ ഒരുപാട് കാലം പ്രബോധന മേഖലയിലെ തിളങ്ങുന്ന നക്ഷത്രമായി ജ്വലിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി വാണിയന്നൂർ ഉസ്താദ് അവറുകളെ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ വേദിയിൽ സന്നിധരായ മറ്റു നേതാക്കന്മാർ, സയ്യിദന്മാർ, സാദാത്യങ്ങൾ, സദസ്സിൽ സന്നിധരായ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, മുഅല്ലിമീങ്ങൾ, സഹോദരിമാർ, സഹോദരന്മാർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഖിറാഅത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹാഫിൽ അബ്ദുള്ള പറപ്പൂരിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് സമ്മാനദാനം നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. നേരത്തെ പേര് വായിക്കപ്പെട്ട ജഫിൻ ജമാൽ, ഫാത്തിമ സന, ആയിഷ റിഫ, നേഹ അക്ബർ, ഫാത്തിമ റിസ, അഹ്ദക് മുജീബ്, അൻഷിദ ആദിൽ, ഫാത്തിമ ഹന്ന, ജാൻ ഫിഷാൻ, അഫ്നാൻ കെ ടി, റൈഹാൻ കെ, ഹാഫില തസ്നി, മുസാഫിറ, മുഹയ്യിർ, അഫീഫ, അക്ബർ, റയീസ്. പേര് വായിക്കപ്പെട്ട വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ മുൻവശത്തേക്ക് വരിക. ഖിറാഅത്ത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉടൻ സമ്മാനദാനം നിർവഹിക്കപ്പെടും. അത് പെട്ടെന്ന് വന്ന് വാങ്ങി സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഖിറാഅത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹാഫിൽ അവരെ ക്ഷണിച്ചു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.